എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് 2 മാസത്തെ റേഷൻ ശനിയാഴ്ച മുതൽ ഒന്നിച്ച് വാങ്ങാവുന്നതാണ്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം ഒരുമിച്ച് നൽകുന്നതാണ്. ഈ മാസം 4-ന് വിതരണം തുടങ്ങുന്നതാണ്. വെള്ള കാർഡിന് 2 മാസത്തെ വിഹിതമായിട്ടുള്ള 10 കിലോ അരി ഒരുമിച്ച് വാങ്ങാവുന്നതാണ്. നീല കാർഡിന് 2 മാസത്തെ വിഹിതത്തിന് പുറമെ 5 കിലോ അരിയും കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. മഞ്ഞ കാർഡിന് അരി, ഗോതമ്പ്, ആട്ട എന്നിവയടക്കം 70 കിലോ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതാണ്. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 10 കിലോ വീതം ലഭിക്കുന്നതാണ്. ഈ മാസത്തെ വിഹിതം ഏപ്രിൽ 4 മുതൽ 30 വരെ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. മെയ്യിലെ വിഹിതം ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെ വാങ്ങാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. യുദ്ധഭീതി നിലനിൽക്കുന്നതിനാൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാനാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരമുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. 3 മാസത്തെ വിഹിതം ഒന്നിച്ച് നൽകുവാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പലയിടത്തും കൂടുതൽ ശേഖരിച്ചു വെക്കുവാനുള്ള സൗകര്യവുമില്ല. അതിനാലാണ് 2 മാസമായി ചുരുക്കിയത്. സ്റ്റോക്ക് തീരുന്ന മുറയ്ക്ക് ജൂണിലെ വിഹിതം കൂടി നേരത്തെ എത്തിച്ച് വിതരണം ചെയ്യുവാനും ആലോചനയുണ്ട്. എങ്ങനെയാണ് വിഹിതമെന്ന് നമുക്ക് പരിശോധിക്കാം. മഞ്ഞ റേഷൻ കാർഡിന് ഏപ്രിൽ വിഹിതവും മെയ് മാസത്തിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 60 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമായിട്ടും 6 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. പിങ്ക് റേഷൻ കാർഡിന് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. 4 അംഗങ്ങളുള്ള കാർഡിന് ഗോതമ്പിന് പകരം പരമാവധി 8 പാക്കറ്റ് ആട്ടയും അതിൽ കൂടുതൽ അംഗങ്ങളുള്ള കാർഡിന് ഓരോ അംഗത്തിനും അധികമായിട്ട് 2 കിലോ ഗോതമ്പ് കൂടിയും ലഭിക്കുന്നതാണ്. നീല കാർഡിന്റെ വിഹിതം പരിശോധിച്ചാൽ ഏപ്രിൽ മാസത്തെ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ഓരോ കാർഡിനും 4 കിലോ അരി വീതം ലഭിക്കുന്നതാണ്. കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. കൂടാതെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അധിക വിഹിതമായിട്ട് ആകെ 5 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കില് ലഭിക്കുന്നതാണ്. അതത് താലൂക്കുകളിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കില് ലഭിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡിന് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 10 കിലോ അരിയാണ് ലഭിക്കുന്നത്. കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കില് ലഭിക്കുന്നതാണ്. ക്ഷേമ സ്ഥാപന അന്തേവാസികൾക്കായിട്ടുള്ള ഏപ്രിൽ വിഹിതവും മെയ് മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കില് ലഭിക്കുന്നതാണ്. അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് പരമാവധി 2 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കില് ലഭിക്കുന്നതാണ്. മണ്ണെണ്ണയുടെ വിതരണം പരിശോധിച്ചാൽ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ വൈദ്യുതിയുള്ള വീടുകളിലെ മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകാർക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഇതുവരെ ഗുഡ് ബൈ.